ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ കിട്ടുന്നത് ഒരു വർഗസംഖ്യ ആയിരിക്കും. ആ സംഖ്യ എന്നത് ആ രണ്ട് സംഖ്യകൾക്കിടയിലുള്ള വർഗമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല, ഒരിക്കൽ കൂടി പറയുന്നു. അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ ഒരു വർഗസംഖ്യ ലഭിക്കുമെന്നാണ്. മനസ്സിലാവുന്നതിന് വേണ്ടി അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യ എടുക്കുകയാണ്. 1, 3 അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളാണ്. ഇവയുടെ ഗുണനഫലത്തോട് 1ഉം 3ഉം ഗുണിച്ചിട്ട് 1 കൂട്ടിയാൽ, അതായത് 1ഉം 3ഉം ഗുണിച്ചു, 1ഉം 3ഉം ഗുണിച്ചാൽ 3, അതിനോട് 1 കൂട്ടിയാൽ നമുക്ക് 4 എന്ന് കിട്ടും. 4 ഒരു വർഗസംഖ്യയാണ്. ഏതിൻ്റെ വർഗമാണ് 4? 2. ആ 2 എന്നത് ഇതിൻ്റെ ഇടയിലുള്ള സംഖ്യയാണ് എന്നർത്ഥം. ഒരിക്കൽ കൂടി പറയുന്നു, അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ കിട്ടുന്നത് ഒരു വർഗസംഖ്യ ആയിരിക്കും. വേറെ സംഖ്യ എടുക്കുകയാണ്. 3, 5 ഇത് അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളാണ്. 1, 3 അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളാണ്. ഇവിടെ 3, 5 അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളാണ്. അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ, ഗുണനഫലം എന്ന് പറഞ്ഞാൽ 5, 3 ഗുണിച്ചാൽ 15, അതിനോട് 1 കൂട്ടിയാൽ 16. കണ്ടോ, 16 എന്നതൊരു വർഗസംഖ്യയാണ്. വർഗം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ സ്ക്വയറാണ്. നിങ്ങൾ പറഞ്ഞ ഏതിൻ്റെ സ്ക്വയറാണ് 16? 4ൻ്റെ സ്ക്വയർ. ആ 4 എന്നത് ഇതിൻ്റെ ഇടയിലുള്ള സംഖ്യയാണ് എന്നർത്ഥം. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം, ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. അടുത്തടുത്ത മറ്റൊറ്റ സംഖ്യ എടുക്കുകയാണ്. 5, 7 അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യയാണത്. അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ കിട്ടുന്നത് ഒരു വർഗസംഖ്യ ആയിരിക്കും. 5, 7 7, 5 35, അതിനോടുകൂടെ 1 കൂട്ടിയപ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും. 36 വർഗസംഖ്യയാണോ? ആണ്. ഏതിൻ്റെ സ്ക്വയറാണ് 36? 6ൻ്റെ സ്ക്വയർ. ആ 6 എന്നത് ഈ സംഖ്യകളുടെ ഇടയിലുള്ള സംഖ്യയാണ് എന്നർത്ഥം. ഇനി നമുക്ക് മത്സര പരീക്ഷയ്ക്ക് PSCക്ക് ചോദിച്ച ചോദ്യങ്ങളും നമുക്ക് പരിചയപ്പെട്ടു നോക്കാം. ആ കണ്ടീഷൻ ഒന്ന് എഴുതി വെക്കണേ. എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ കിട്ടുന്നത് ഒരു വർഗസംഖ്യ ആയിരിക്കും. ഓക്കെ, ചോദ്യം എങ്ങനെ? അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ 100 കിട്ടും. സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയപ്പോൾ 100 കിട്ടി എങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 100 എന്നത് ഒരു വർഗസംഖ്യയാണ്. ഏതിൻ്റെ സ്ക്വയറാണ് 100? 10ൻ്റെ. അപ്പോൾ ആ സംഖ്യകൾ എന്ന് പറയുന്നത് 10ൻ്റെ റൈറ്റും ലെഫ്റ്റും ഉള്ള സംഖ്യകളായിരിക്കും. എന്ന് പറഞ്ഞാൽ 9, 11 ആണ് ആ സംഖ്യകൾ. നോക്കിക്കേ, നമ്മൾ എന്താ പറഞ്ഞത്? അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടുമ്പോൾ ഒരു വർഗസംഖ്യ കിട്ടും. ഒന്ന് ഗുണിച്ച് നോക്കിക്കേ. 11ഉം 9ഉം ഗുണിച്ചാൽ 99, അതിനോടുകൂടെ 1 കൂട്ടിയപ്പോഴാണ് 100 കിട്ടിയത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഒരു ചോദ്യം കൂടി പറഞ്ഞിട്ട് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ 64 കിട്ടും എങ്കിൽ സംഖ്യകൾ ഏവ? നിങ്ങൾ പറഞ്ഞ് മനക്കണക്കായിട്ട് തന്നെ പറയാം, പേനയുടെ ആവശ്യമില്ല. 64 ഒരു വർഗസംഖ്യയാണല്ലേ? ഏതിൻ്റെ വർഗസംഖ്യയാണ്? 8ൻ്റെ സ്ക്വയറാണ് 64. അപ്പോൾ നമുക്ക് 8 കിട്ടി. അപ്പോൾ ആ സംഖ്യകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 8ൻ്റെ റൈറ്റും ലെഫ്റ്റും കാണുന്ന സംഖ്യകളാണ് ആ സംഖ്യകൾ. 8ൻ്റെ ലെഫ്റ്റിൽ വരുന്ന സംഖ്യയാണ് 7, 8ൻ്റെ റൈറ്റിൽ വരുന്ന സംഖ്യയാണ് 9. അപ്പോൾ ആ സംഖ്യകൾ 9ഉം 7ഉം ആണ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് വരാം.